ലഡാക്ക് സംഘർഷത്തിൽ നടപടി കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംഘർഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ തന്നെ വേട്ടയാടുന്നുവെന്ന് സോനം വാങ്ചുക് ആരോപിച്ചു. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട നടപടികൾ കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംഘർഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരുടെ അറസ്റ്റുണ്ടാകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സംഘടനകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു വരികയാണ്. സംഘർഷത്തിൽ പരിക്കേറ്റവരിൽ 7 പേർ നേപ്പാൾ പൗരന്മാരാണ്. ഇവർ എങ്ങനെ സംഘർഷത്തിന്റെ ഭാഗമായി എന്നതിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ പൗരാവകാശ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെതിരെ അന്വേഷണം CBI ഊർജിതമാക്കിയിട്ടുണ്ട്. സോനവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് CBI പരിശോധന നടത്തും. ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ സോനം വാങ്ചുക്കിന്റെ NGOയുടെ FCR ലൈസൻസ് കേന്ദ്രം റദ്ദാക്കിയിരുന്നു. സോനത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടെന്നാണ് വിവരം. അതേസമയം കേന്ദ്രം തന്നെ വേട്ടയാടുകയാണെന്ന് സോനം വാങ്ചുക് ആരോപിച്ചു. FCRയെ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കാതെ കുറ്റം തന്റെ മേൽ ചാർത്തുകയാണെന്നും സോനം വിമർശിച്ചു. जिसमें वो कहते हैं सोनम वांगचुक 3-4 बार सोनम वांगचुक एक छोटे से इंसान पर वो पूरा दोष मढ़ते हैं। तो ये एक कड़ी का हिस्सा है, ये भी कल का वाला भी एक कड़ी का हिस्सा है। ये कोई 1.5 महीना पहले शुरू हुआ, जबकि लद्दाख के जो चुनाव हैं वो 2 महीने में आने वाले थे. ലഡാക്കിലെ ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. തദ്ദേശ ഭരണകൂടങ്ങളെ ലഫ്റ്റനന്റ് ഗവർണറും ഉദ്യോഗസ്ഥരും നിയന്ത്രിക്കുന്നതായും കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനാവാദം ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കൈരളി ന്യൂസ്, ദില്ലി.